ഇപ്പോൾ ഇടക്കാലത്തൊരു സമരവുമായി ബന്ധപ്പെട്ട് കുട്ടി സഹാവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. SFI അറിയണമെങ്കിൽ ഫോണെടുത്ത് ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിച്ചാൽ മതിയെന്ന്. ആ പ്രസ്താവന കേട്ടിരിക്കും. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അതിവേഗത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണോ നിലവിലെ ഗവർണർ? അത്തരം കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. കാരണം കൃത്യമായ സിസാർ തോമസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പണി നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ ആരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ, അങ്ങനൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇവിടെ SFIക്കും CPMൻ്റെ ധാർഷ്ട്യത്തിനും അതുപോലെ ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഹുങ്കിനും മൂക്കുകയറിടാൻ ഏറ്റവും പറ്റിയ ആളെ നോക്കിയിരിക്കുകയായിരുന്നു രാജേന്ദ്ര ആർലേക്കർ എന്ന കേരള ഗവർണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഇപ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടായ വിവാദമൊക്കെ അറിയാം. ഭാരതാംബ സെനറ്റ് ഹാള് ഒരു സ്വകാര്യ അതുമായി ബന്ധപ്പെട്ടാണ് SFI ആചരിക്കുന്നത്. അതെ, ആരാണ് SFI എന്നറിയാം. SFI എന്നറിയാൻ അത് SFIക്ക് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ ആരാണെന്ന് SFIക്ക് മനസ്സിലായില്ലെങ്കിലും ഈ SFI ആരെ കൊണ്ടാണോ ചുടുചോറ് വാരിച്ചത് ആ കുട്ടിക്കുരങ്ങനെ മനസ്സിലായിട്ടുണ്ട്. രജിസ്ട്രാർക്ക് നല്ലവണ്ണം മനസ്സിലായി ആരാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന് മനസ്സിലായി. പണി കിട്ടി, വീട്ടിലിരിപ്പായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ തുടർ നടപടികളിലേക്ക് പോകും. അത് രജിസ്ട്രാർക്ക് വലിയ ദോഷം ചെയ്യും എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ഇന്നലെ പത്രവാർത്ത വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ SFIയുടെ സമ്മാനം വാങ്ങാൻ ഇദ്ദേഹം. SFI മാത്രമല്ല, അദ്ദേഹത്തിന് ഗവർണർ ഒരു സമ്മാനം കൊടുത്തു. അതും കൈയോടെ വാങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആശാൻ. ഇവിടെ രാജേന്ദ്ര ആർലേക്കർ, ഞാൻ പറഞ്ഞു വന്നത്, രാജേന്ദ്ര ആർലേക്കർ വളരെ കൃത്യമായിട്ട് ഈ ഹുങ്കിന് മൂക്ക് കയറിടാൻ വഴി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ ഒരു ഔദ്യോഗിക സന്ദർശനാർത്ഥം റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പകരം അദ്ദേഹം വരാൻ ഏതാനും ദിവസങ്ങളെടുക്കും. അപ്പോൾ പകരം വൈസ് ചാൻസലറുടെ ചുമതല ആർക്കെങ്കിലും കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ചാൻസലർക്കാണ്. അദ്ദേഹം എന്ത് ചെയ്തു? രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അദ്ദേഹം നേരെ ഡോക്ടർ സിസ തോമസിനെ വിളിച്ച് ഈ ചുമതല അങ്ങ് ഏൽപ്പിച്ചു. അവരിപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. പക്ഷേ നമുക്കറിയാം അവരെ ഏതെല്ലാം രീതിയിലാണ് ഈ ഇടതു സർക്കാർ വേട്ടയാടിയത്, SFI വേട്ടയാടിയത് എന്ന് നമുക്കറിയാം. അവരുടെ ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചു. അവരെ അവിടുന്ന് വിരമിച്ചപ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തടഞ്ഞു വെച്ചു. എല്ലാ രീതിയിലും അവരെ ബുദ്ധിമുട്ടിച്ചു. അവരവസാനം ഹൈക്കോടതിയിൽ പോയി. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ട്രൈബ്യൂണലിൽ പോയി. അവിടെ അവർ ജയിച്ചു. എന്നിട്ടും ഈ സർക്കാർ അനങ്ങുന്നില്ല. അവസാനം അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയത്. സിസ തോമസിനെയാണ് കേരള സർവകലാശാലയുടെ താൽക്കാലിക VCയുടെ അധിക ചുമതല അദ്ദേഹം നൽകിയത്. അവരിങ്ങോട്ട് വന്നപ്പോൾ തന്നെ SFIക്കാർ പിന്നെ സർവ്വസന്നാഹങ്ങളോടും കൂടി സിസ തോമസിനെ എതിർക്കാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മണ്ണിലേക്ക് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് SFIക്കാർ അവിടെ രംഗത്തെത്തിയത്. പക്ഷേ സിസ തോമസിൻ്റെ ഒരു രോമത്തിന് പോലും തൊടാൻ അവർക്ക് സാധിച്ചില്ല. പോലീസ് അകമ്പടിയോടുകൂടി അവർ നേരെ പിന്നെ സർവകലാശാലയുടെ അകത്തളങ്ങളിലേക്ക് എത്തുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ചുമതല ഏറ്റെടുത്ത് അവർ ആദ്യം തന്നെ ഒരു പണി അങ്ങ് കൊടുത്തു. ആ പണി വാങ്ങിയത് പക്ഷേ SFIക്കാരല്ല. SFIക്കാർക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും വേണ്ടി കുഴലൂതാൻ നിന്ന രജിസ്ട്രാർക്കാണ് ആ പണി കിട്ടിയത്. ഇവിടെ സിസ തോമസ് വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ രജിസ്ട്രാറും ഈ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. മോഹൻ കുന്നുമേൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത്, ഗവർണറുടെ നിർദ്ദേശപ്രകാരം VC ആയ മോഹൻ കുന്നുമേൽ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടാണ് റഷ്യയിലേക്ക് പോയത്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ VCക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല, ഈ VC വെറും ഒരു എന്താ പറയുക ഏഴാം കൂലിയാണ്, എന്നെ സസ്പെൻഡ് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ് ആണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് ഈ രജിസ്ട്രാർ വലിയ ആവേശത്തോടു കൂടി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ SFIക്കാരുണ്ടായിരുന്നു. SFIക്കാർ ഭരണഘടനയുടെ കോപ്പിയൊക്കെ കൊടുത്ത് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ എന്തു ചെയ്യാം, ആ സമ്മാനവും വാങ്ങി വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയിലായിപ്പോയി രജിസ്ട്രാർ. അതായത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലായിപ്പോയി. ഈ സിസ തോമസ് അവിടെ താൽക്കാലിക ചുമതലയേറ്റ് അവിടെ വന്ന ഉടനെ ആദ്യം ചെയ്ത പണി ഒരു ഡിജിറ്റൽ പൂട്ടിട്ട് ഇതങ്ങ് പൂട്ടി. രജിസ്ട്രാർക്ക്
അദ്ദേഹത്തിൻ്റെ ലോഗിൻ ID അങ്ങ് റദ്ദാക്കി കളഞ്ഞു, ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു ചുമതലകളും അവിടെ ഇരുന്ന് നിർവഹിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് അവിടുന്ന് ഫയലുകൾ നോക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരമാണ്. ഇനി റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് ആ മണ്ണിൽ നിന്ന് തന്നെ അവിടെ പഠിച്ചെടുക്കാൻ ഇരുന്ന് പണ്ട് നമുക്കറിയാം 80-കൾ അല്ലെ 80-ഉം 70-ലെല്ലാം ഈ വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കുട്ടി സഹാക്കൾ റഷ്യയെക്കുറിച്ച് പഠിക്കാനും സോഷ്യലിസവും കമ്മ്യൂണിസവും പഠിക്കാനായി റഷ്യയിലേക്ക്, അന്നത്തെ സോവിയറ്റ് യൂണിയനിലേക്ക് പോയിരുന്നു എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇവിടെ റഷ്യൻ കൾച്ചറൽ സെന്ററുകൾ ഉണ്ടാക്കി. 87-ലെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു സോവിയറ്റ് പ്രേമം? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പെയാണ് 91-ൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി പോയത്. പകരം അത് ഛിന്ന ഭിന്നമായി പോയി. റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളായിട്ട് അത് മാറി, അത് തകർക്കപ്പെട്ടു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഉരുക്കു കോട്ട വെറും വാഴപ്പോളയാണ്, സോപ്പ് കുമിളയുടെ ബലം പോലും അതിനില്ല എന്ന് ലോകത്തിന് മനസ്സിലായത് അപ്പോഴാണ്. എന്തായാലും ഈ സിസ തോമസ് കൊടുത്ത പണി വലിയ പണിയായിപ്പോൾ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും പിന്നെ ലെനിനെ കുറിച്ചും നമ്മുടെ മിഖായേൽ ഗോർബച്ചേവിനെ കുറിച്ചും ഒക്കെ പഠിക്കാം. അതിനുള്ള സമയവും സൗകര്യവും ഒക്കെ ഇപ്പോൾ രജിസ്ട്രാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം എന്ത് വേണേൽ ചെയ്തോട്ടെ, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ SFIക്കാരുടെയും ഈ രജിസ്ട്രാറുടെയും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഒക്കെ ധാർഷ്ട്യവും അഹങ്കാരവും ഒട്ടും വിലപ്പോവില്ല. അത് വകവെച്ചു കൊടുക്കില്ല രാജേന്ദ്ര ആർലേക്കർ എന്ന കേരള ഗവർണർ എന്നൊരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, ഒരാവശ്യവുമില്ലാതെയാണ് ആ ഭാരതാംബ വിവാദം അവിടെ ഉണ്ടാക്കിയത്. അത് ഒരു സ്വകാര്യ ചടങ്ങാണ്. ഈ ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഈ ഹാള് വാടകയ്ക്ക്. അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഈ SFIയുടെയും DYFIയുടെയും നേതാക്കൾ പറയുകയാണല്ലോ, ഒരടി മുന്നോട്ട് വയ്ക്കില്ല പിന്നോട്ട് വയ്ക്കില്ല എന്ന പ്രസ്താവന രംഗത്ത് വരുമ്പോൾ ഇദ്ദേഹം തന്നെ വിചാരിച്ചിരിക്കും എന്നെ സഖാക്കൾ സംരക്ഷിക്കുമെന്ന് വിചാരിക്കും. ഇപ്പൊ സംരക്ഷിച്ചല്ലോ, എവിടെ പോയി സഖാക്കൾ? ഈ സസ്പെൻഷൻ അന്നത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് ഷിജു ഖാനായിരുന്നു. എവിടെ ഷിജു ഖാനെ ഇപ്പോൾ കാണാനില്ലല്ലോ. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ ഷിജു ഖാനെ കാണാനില്ല, കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം ഈ രജിസ്ട്രാർക്ക് ഇത്രയും വലിയൊരു കനത്ത അടി കിട്ടിയിട്ട് രജിസ്ട്രാറെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, കണ്ണീർ പറക്കുന്ന രജിസ്ട്രാറെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയായി. എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, അല്ല മുഷ്കും കൊണ്ട് വന്നാൽ ഇതുപോലെ ആടി കരണക്കുറ്റിക്ക് ചിലപ്പോൾ കിട്ടും എന്നുള്ളതാണ് സത്യം. ഇത് മുഖമടച്ച് കിട്ടിയ പ്രഹരമാണ്. ആദ്യം ഗവർണർ എടുത്ത് കളിക്കാൻ പോയി, ഗവർണർ പണി കൊടുത്തു, സസ്പെൻഷൻ കിട്ടി. അതിൻ്റെ പുറകെ അവിടെ വലിയ അഹങ്കാരത്തോടെ ഞാനിപ്പോൾ കാണിച്ചു തരാം, ആരാടാ ഈ ഗവർണർ, ആരാടാ ഈ മോഹൻ കുന്നുമ്മേൽ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചും വിരിച്ച് അവിടെ ചെന്നതാണ്. പുലി പോലെ പോയി എലി പോലെ മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ രജിസ്ട്രാർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല, സ്വന്തം ഓഫീസിനകത്തേക്ക് കയറാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ചെന്ന് ഈ SFIക്കാർ കൊടുത്ത സമ്മാനവും വാങ്ങിച്ച് 4 മുദ്രാവാക്യം, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് 4 മുദ്രാവാക്യവും വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയിലായിപ്പോയി അദ്ദേഹം എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി തെളിഞ്ഞു, ആർലേക്കർ മാത്രമല്ല സിസ തോമസും ഒരു പെൺപുലിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഈ മുഷ്കിന് മുന്നിൽ, അഹങ്കാരത്തിന് മുന്നിൽ, ആ ഹുങ്കിന് മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്ന് തെളിയിച്ച ധീര വനിത കൂടിയാണ് സിസ തോമസ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഇടത് സഖാക്കളെ, സിൻഡിക്കേറ്റ് അംഗങ്ങളെ, നിങ്ങൾ മര്യാദയ്ക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാവി തലമുറയുടെ നന്മ ലക്ഷ്യമിട്ട് നല്ല വിദ്യാഭ്യാസ കാര്യങ്ങളുമായിട്ട്, വിദ്യാഭ്യാസ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. സർവകലാശാലയ്ക്ക് ഒരു പേരുണ്ട്, അത് നശിപ്പിക്കരുത്. കേരള സർവകലാശാല വലിയ പാരമ്പര്യമുള്ളൊരു സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ പാരമ്പര്യവും പേരും പെരുമയും ഒന്നും നശിപ്പിക്കരുതേ നിങ്ങൾ എന്ന് മാത്രമാണ് അവരോട് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.